കേരള കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി. ജോസഫ് വിഭാഗത്തെ ആരെങ്കിലും മുന്നണിയിലേക്ക് ക്ഷണിച്ചാൽ അത് നല്ല കാര്യമെന്ന് ഫ്രാൻസിസ് ജോർജ്. പി.സി. ജോസഫിനും ഫ്രാൻസിസ് ജോർജിനും മത്സരിക്കാൻ സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കൾ കെ.എം. മാണിക്ക് കത്ത് നൽകി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF യോഗം ബുധനാഴ്ച. ഈ വിഷയം ആണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകർ പി ജെയിംസ്, SR ശക്തിധരൻ, J അജിത് കുമാർ, A സജീവൻ, റെജി ലൂക്കോസ് എന്നിവർ. മറ്റ് നേതാക്കൾ ടെലിഫോൺ ലൈനിലും ചേരും. ശ്രീ പി ജെയിംസ്, കേരള കോൺഗ്രസ് വിമത വിഭാഗം ഇപ്പോൾ പുതിയ നീക്കങ്ങളുമായി ഇടതുമുന്നണിയുമായി ആലോചനകൾ നടത്തുന്നു എന്നാണല്ലോ മാധ്യമങ്ങളിൽ കാണുന്ന റിപ്പോർട്ട്. ഇത് ഏത് രീതിയിലാണ് UDF LDF രാഷ്ട്രീയത്തെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന ഘട്ടത്തിൽ ബാധിക്കുക? ഇപ്പോൾ ഒരു യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ്സിൽ ഒരു അനിശ്ചിതാവസ്ഥ നിലവിലുണ്ട്. അത് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ K.M. മാണിയും P.J. ജോസഫുമാണ് ഈ രണ്ട് പക്ഷത്തിൻ്റെയും നിലവിലുള്ള നേതാക്കന്മാർ. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഫൈറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലൈൻസ് ഡ്രോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ P.J. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ UDF വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം കഴിഞ്ഞ തവണ LDF വിട്ട് UDFിലേക്ക് വന്നു. ഇതിൻ്റെ അവസാനത്തിൽ വന്ന് ഇപ്പോൾ UDF വിട്ട് LDFിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ഭരണം കിട്ടാൻ സാധ്യതയുള്ള പക്ഷത്തേക്ക് പോകുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ P.J. ജോസഫിനെ പോലൊരു രാഷ്ട്രീയക്കാരൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അവിടെ അദ്ദേഹത്തിൻ്റെ MLA മാരായിട്ടുള്ള മോൻസ് ജോസഫ്, കുരുവിള, TU കുരുവിള അടക്കമുള്ള നേതാക്കന്മാർ UDFിൽ നിൽക്കണം എന്നൊരു വാദത്തിൽ നിൽക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ അധികാര തർക്കത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഫ്രാൻസിസ് ജോർജ്, P.C. ജോസഫ്, ഡോക്ടർ K.C. ജോസഫ് തുടങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം സീറ്റ് കിട്ടുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ സീറ്റ് കിട്ടില്ല എന്ന് ആൻ്റണി രാജു, ഇവരുടെ ഒരു അക്കോമഡേഷൻ്റെ പ്രശ്നത്തിലാണ് പാർട്ടിക്കുള്ളിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഫ്രാൻസിസ് ജോർജ് നമുക്കറിയാവുന്ന പോലെ കേരള കോൺഗ്രസ് ഉണ്ടാവാൻ കാരണക്കാരനായ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ K.M. ജോർജിൻ്റെ മകനാണ്. ഒരു ലെഗസി എന്ന് മാത്രമല്ല, ജോസഫ് ഗ്രൂപ്പിലെ ആ ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്തിയിരുന്ന വ്യക്തിത്വമാണ്. അപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ തടയുന്നൊരവസ്ഥയുണ്ടായാൽ ജോസഫ് ഗ്രൂപ്പിൽ സ്വാഭാവികമായിട്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജും P.C. ജോസഫും ആൻ്റണി രാജുവും അടങ്ങുന്ന സംഘമാണ് അതിൽ എതിർപ്പുണ്ടായിരിക്കുന്നത്. പക്ഷേ നിലവിലുള്ള MLA മാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ സീറ്റ് ഉറപ്പാണ്. അതുകൊണ്ട് അവരാരും റിവോൾട്ടിനില്ല. ഇപ്പോൾ P.J. ജോസഫ് ഒരു തരത്തിൽ ധർമ്മസങ്കടത്തിലാണ്. ശ്രീ A സജീവൻ, ഇപ്പോൾ ശ്രീ P ജെയിംസ് നിരീക്ഷിച്ചതുപോലെ ഒരു അധികാര തർക്കം മാത്രമായി ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് വിമത വിഭാഗത്തിൻ്റെ നീക്കങ്ങളെ കാണാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് LDFിലേക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ അധികാരം കുറയുന്നത് കൊണ്ട് കുറച്ചു പേർ വരുന്നു, അങ്ങനെയുള്ളവർ വരണ്ട എന്നുള്ള LDFിൻ്റെ വാദവും ചിലപ്പോൾ മുന്നിട്ട് നിൽക്കും. അങ്ങനെ മാത്രം കാണാൻ സാധിക്കുന്നതാണോ? ഇതിന് മറ്റൊരു വശം ഉണ്ടോ? ആളുകൾക്ക് സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് അവർ മുന്നണി വിട്ടു പോകുന്നു എന്നുള്ളത്, ആ ഒരു പ്രചരണം ഈ കേരള കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ലഘൂകരിക്കുന്നതിൻ്റെ ഏറ്റവും ലളിതമാക്കി മാറ്റുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. സത്യത്തിൽ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പ്, ഈ മാണി K.M. മാണി മറ്റ് P.J. ജോസഫിനെയും മറ്റും P.C. ജോർജിനെയും മറ്റും ചേർത്തിട്ട് തൻ്റെ പാർട്ടി വിപുലപ്പെടുത്തിയത് തന്നെ എന്തിനാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ ഈ UDF രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധി പോലും ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നതാണ്. അതായത് UDFിലെ രണ്ടാം കക്ഷിയായിട്ട് തൻ്റെ പാർട്ടി വരാൻ പോകുന്നു, കൂടുതൽ സീറ്റ് നേടിയിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു. അങ്ങനെ രണ്ടാമത്തെ പാർട്ടിയും രണ്ടാമത്തെ നേതാവ്, UDFിലെ രണ്ടാമത്തെ നേതാവും ആയിട്ട് താൻ മാറാൻ പോകുന്നു എന്നുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കുകയും ലീഗ് അതിനെ ശക്തമായിട്ട്, കുഞ്ഞാലിക്കുട്ടിയും മറ്റും വളരെ ശക്തമായിട്ട് അങ്ങനെ ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട എന്ന രീതിയിൽ പറഞ്ഞു നമുക്കറിയാവുന്നതാണ്. അപ്പം മാണിയുടെ മുമ്പിലുണ്ടായിരുന്ന അന്നത്തെ പ്രശ്നം എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ആയില്ലെങ്കിലും തൻ്റെ 50ാമത്തെ വാർഷികം വരുന്ന ഒരു ഘട്ടത്തിൽ ഉപമുഖ്യമന്ത്രിയായിട്ടെങ്കിലും വരണമെന്നുള്ള താല്പര്യമായിരുന്നു. അതേതാണ്ട് ലീഗ് പൊളിച്ചടുക്കി. അതിനുശേഷം അപ്പോഴും ഈ താൽക്കാലികമായി ഉണ്ടാക്കിയ 3 പാർട്ടികളുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സംയോജിത വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടിയായിട്ട് മാറിയിരുന്നില്ല. അത് ആ നേതാക്കന്മാരുടെ തന്നെ വാക്കുകളിൽ നിന്ന് പ്രകടമായിരുന്നു. പക്ഷെ അപ്പോൾ പോലും
ഈ ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എമ്മിന് പല ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അതിനുവേണ്ടി ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ ശക്തമായിട്ട് നിലനിന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. ഒന്ന് ആന്റണി രാജുവിനെ പോലുള്ള ആളുകൾ, ഫ്രാൻസിസ് ജോർജിനൊക്കെ അത്രയും ശക്തമായിട്ട് വന്നില്ലെങ്കിൽ പോലും ആന്റണി രാജുവും മറ്റും വളരെ ശക്തമായിട്ട് അക്കാര്യത്തിലുണ്ടായിരുന്നു. കെ സി ജോസഫിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊരു പ്രശ്നം, ഇത് പാർട്ടി രണ്ടായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, എപ്പോൾ സംസാരിക്കുമ്പോഴും കെ എം മാണി പോലും സംസാരിക്കുമ്പോഴും ഇത് രണ്ടും രണ്ട് പാർട്ടിയാണെന്നുള്ള നിലപാട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ബാർക്കോഴ പ്രശ്നം വന്നപ്പോൾ പോലും അതിൻ്റെ ചീത്തപ്പേര് പൂർണ്ണമായിട്ട് ഞങ്ങൾ വഹിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു നിലപാട്. അതിനൊക്കെ അപ്പുറത്തുള്ള പ്രശ്നം പാർട്ടിയിലെ രണ്ടാം സ്ഥാനക്കാരനാര്. ഈ മൂന്ന് വിഭാഗങ്ങളും ഒന്നായ സമയത്ത് സ്വാഭാവികമായിട്ടും പി ജെ ജോസഫിന് രണ്ടാം സ്ഥാനക്കാരന്, മാണി കഴിഞ്ഞാൽ രണ്ടാമത്തെ നേതാവ് എന്നുള്ള ഒരു പദവി കിട്ടിയിരുന്നു. പിന്നീട് പി സി ജോർജ് മൂന്നാമത്തെ നേതാവുമായിട്ട് അവർ പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ നീക്കമെന്ന് പറയുന്നത് മാണി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ പാർട്ടിയുടെ രണ്ടാമനായിട്ട് മാറുന്നു. അദ്ദേഹത്തിൻ്റെ മകനിലേക്ക് പാർട്ടിയുടെ മൊത്തം ഉത്തരവാദിത്തങ്ങൾ മാറാൻ പോകുന്നു. ഇതൊരു വലിയ പ്രശ്നമായിട്ട്, കാരണം കെ എം മാണിക്ക് പുറകിൽ നിൽക്കാൻ പലപ്പോഴും പി ജെ ജോസഫിനോ മറ്റുള്ള ആൾക്കോ പ്രശ്നമുണ്ടാവില്ല. പക്ഷേ കെ എം മാണിക്ക് പകരമായിട്ട് പാർട്ടി ചെയർമാനായിട്ട് വരാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ മകനാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാം കൂടി ചേർന്ന ഒരു അസ്വാസ്ഥ്യത്തിലാണ് അവർ നിൽക്കുന്നത്. അതല്ലാതെ വെറും ഒരു സീറ്റ് പ്രശ്നം മാത്രമല്ല ഇതിനെ ഈ ഒരു വിഘടനത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ശ്രീ SR ശക്തിധരൻ, അതായത് കേവലം അധികാര തർക്കത്തിനപ്പുറം അല്ലെങ്കിൽ സീറ്റ് തർക്കത്തിനപ്പുറം ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത് ജോസഫ് വിഭാഗവും കെ എം മാണിയുടെ മുൻപേ ഉണ്ടായിരുന്ന ആ വിഭാഗവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് ഏതൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞ 4.5 വർഷക്കാലമായി UDF-നകത്ത് കെ എം മാണിയുടെ കോൺഗ്രസിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ എത്തുമ്പോഴും അവരുടെ ആ ഐഡൻറ്റിറ്റി മാറ്റി നിർത്തിക്കൊണ്ടാണ്, അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അവർ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത്. അതായത് സീറ്റ് തർക്കം വരുമ്പോൾ അതൊരു പ്രശ്നമാണെങ്കിൽ കൂടി അവർക്ക് അവരുടേതായ ഒരു ലൈനുണ്ട്, അതവർ പരിപോഷിപ്പിച്ച് അതിനെ സംരക്ഷിച്ചാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴത്തെ അവരുടെ വാദങ്ങളെ, ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കെ എം മാണിയെ അവർക്ക് അംഗീകരിക്കാം, ജോസ് കെ മാണിയെ പോലുള്ളവർ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ ഭരണഘടന ഒരു പ്രശ്നമായി അവർ ഉയർത്തിക്കാട്ടും. റബ്ബറിൻ്റെ സമരത്തിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് ചിലരെ മാത്രം നേതാക്കന്മാരാക്കാൻ പോകുന്നു എന്നുള്ളത് അവർക്ക് പ്രശ്നമാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് വയ്ക്കുന്ന അവസ്ഥ കാണാൻ സാധിക്കും. അത് ഇടതുമുന്നണിക്കും വലിയ പ്രശ്നമില്ലാതെ ഈ വിമത വിഭാഗത്തെ സ്വീകരിക്കാൻ പറ്റുന്നതാണോ? ഇടതുമുന്നണി സ്വീകരിക്കില്ല എന്നുള്ളതൊക്കെ മാറി നിൽക്കട്ടെ. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നം ഈ പി ജെ ജോസഫും വിഭാഗവും കഴിഞ്ഞ തവണ LDF വിട്ടുപോയതിനൊരു ന്യായം, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു മറുപടി അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പല ഘട്ടങ്ങളിലും അവരോട് ആ ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ അതിനകത്ത് നിന്നൊക്കെ പി ജെ ജോസഫ് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ അങ്ങ് മാറി ഒഴിഞ്ഞു പോവുകയായിരുന്നു. പക്ഷെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് രണ്ടുപേർക്കും കൂടി കിട്ടിയ സീറ്റെന്ന് പറയുന്നത് 6-3-9 അല്ലേ? അതെ. 3 പേര് പി ജെ ജോസഫിൻ്റെയും 6 പേര് കെ എം മാണിയുടെയും. അവിടെ കെ എം മാണിക്കാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പി ജെ ജോസഫിനെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് പി ജെ ജോസഫിനും ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു, കെ എം മാണി ഒരു 2 മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ 2 നേതാക്കന്മാർ അത് പങ്കിട്ടെടുത്ത്. അവിടെ വേറെ ആർക്കും ഒരു ഗതിയും ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനി ഇതുവരെ അവരെല്ലാവരും ജോസഫ് ഗ്രൂപ്പുകാരൊക്കെ ആനയെ പേടിച്ച് അല്ലെങ്കിൽ ആനയോടുള്ള ബഹുമാനം കൊണ്ട് നിന്ന് ഇനിയിപ്പോൾ ആനപ്പിണ്ടത്തെയും പേടിക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരുടെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് അടുത്ത അനന്തരാവകാശി എന്നുള്ള നിലയിൽ കെ എം മാണി അദ്ദേഹത്തിൻ്റെ മകനെ വളർത്തിക്കൊണ്ടുവരുന്നു, അദ്ദേഹത്തിൽ അത് ചാർത്തി കൊടുക്കും എന്നുള്ള വലിയ ഫീലിംഗ് ഈ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കെ എം മാണിയെപ്പോലെ തന്നെ വളരെ പ്രമുഖനായ നേതാവായിരുന്നു ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവ് കെ എം ജോർജ്. ഈ ഇടതുമുന്നണിയുമായിട്ട് ബന്ധം വെക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ആളും കെ എം ജോർജാണ്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ശാന്തിനഗറിൽ EMSൻ്റെ വീട്ടിൽ ഇദ്ദേഹം 9-ാം നമ്പർ കാറ് ഓടിച്ച് വന്ന് അന്നത്തെ കാലത്ത് നടത്തിയിട്ടുള്ള ചർച്ചകളൊക്കെ നേരിട്ട് എനിക്കറിയാവുന്നതാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ് കെ എം ജോർജിൻ്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ
മാണി തയ്യാറാകുന്നില്ല. ജോസഫിന് ഒരു പരിധിവരെ സഹിച്ചേക്കും, ഫ്രാൻസിസ് ജോർജിനെ അടുപ്പിക്കാൻ തയ്യാറാകുന്നില്ല. അതിവിടെ ജെയിംസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മറ്റേ പിതാവിൻ്റേതായിട്ടുള്ളൊരു വലിയ വെയിറ്റ് ആ കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് ഇടയിൽ ഉണ്ട് എന്ന് നല്ലപോലെ അറിയാവുന്ന ആളാണ് കെ എം മാണി. പക്ഷേ ഇപ്പം അതിന് വലിയ ഇഫക്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇന്നിപ്പോൾ കെ എം മാണി തന്നെയാണ് ആ ജനവിഭാഗത്തെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും ആ ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലുമൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതെന്നാണ് പൊതുവെ കേരളത്തിലെ മറ്റേ ക്രിസ്തീയ വിശ്വാസികൾ കരുതുന്നത്. അതുകൊണ്ട് ആ ഒരു സ്ഥാനം പോകുന്നു എന്ന് മാത്രമല്ല, ഫ്രാൻസിസ് ജോർജിന് സീറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അവിടെയാണ് ഇതിൻ്റെ തർക്കം മുഴുവൻ കിടക്കുന്നത്. അത് ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷമമുണ്ട്. എന്ത് കാര്യം പറയും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാനസിക വിഷമം. പിന്നെ പി ജെ ജോസഫ് പഴയ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്താനും പിടിക്കാനും ഒക്കെ ഉള്ള ഒരു ശാരീരിക അവസ്ഥയാണോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ ഇനി വേറൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഗിമ്മിക്സിന് പോകാനായിട്ട് ജോസഫിനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് കഴിയുന്നതൊക്കെ അവിടെ തന്നെ അടിഞ്ഞുകൂടി കിടക്കുക എന്നുള്ളൊരു മനോഭാവത്തിലാണ് ജോസഫ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ആളുകൾ വളരെ അഗ്രസീവാണ്. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അവരിങ്ങനെ പറഞ്ഞിട്ട് അവർ 3-4 പേര് പുറത്തേക്ക് വന്ന് LDFിലേക്ക് ചേരും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിനൊക്കെ അവസാനം വരുമ്പോൾ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന വേറൊരു ബാഹ്യ ഘടകം, ക്രിസ്തീയ കമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്ന വലിയ ഘടകം നമ്മുടെ കേരളത്തിന് വെളിയിലുമായി ഉണ്ട്. അവരിതിനകത്ത് അവസാനം ഇടപെടും എന്നുള്ളത് ഞാൻ തിരിച്ചു വരാം. ശ്രീ അജിത് കുമാർ, ഇപ്പോൾ ഇവിടെ ബാഹ്യ ഘടകം എന്നുള്ളതിൽ ശ്രീ SR ശക്തിധരൻ ചൂണ്ടിക്കാട്ടിയ ഒന്ന് ഈ സഭയുടെ ഇടപെടലാണ്. മറ്റൊന്ന് UDFിൽ തന്നെ ഉള്ള മുഖ്യമന്ത്രിയെ പോലെയുള്ള ശ്രീ ഉമ്മൻചാണ്ടിയെ പോലുള്ളവരൊക്കെ ഇടപെട്ട് ഇതിനകത്ത് സീറ്റൊക്കെ തരപ്പെടുത്തി കൊടുക്കാം, ഫ്രാൻസിസ് ജോർജിന് വേണമെങ്കിൽ കോൺഗ്രസ് അക്കൗണ്ടിൽ നിന്ന് സീറ്റ് തരപ്പെടുത്താം, അങ്കമാലി സീറ്റൊക്കെ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കൂടെ നിർത്താം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഈ പറയുന്ന പാർട്ടിയിലെ ഏകാധിപത്യം, റബ്ബർ സമരത്തിൽ ഉള്ള ഇത്രയും കാലത്തെ പരാജയം, വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാനുള്ള മാണി കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ, ഇതൊക്കെ മുന്നോട്ട് പറഞ്ഞ് പി ജെ ജോസഫ് ഒഴികെയുള്ള ജോസഫ് വിഭാഗത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ മുമ്പോട്ട് വന്നാൽ അത് UDFിന് പിടിച്ചു നിർത്താൻ പറ്റുന്നതിനപ്പുറമല്ലേ? ബഹുമാനായ ശ്രീ SR ശക്തിധരൻ പറഞ്ഞ ചില അഭിപ്രായങ്ങളോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവം മുതൽ നമുക്കറിയാം, ആവിർഭാവ കാലത്ത് ഒരുപക്ഷേ നായർ സർവീസ് സൊസൈറ്റിയും ശ്രീ മന്നത്ത് പത്മനാഭനും ഒക്കെ അതിൻ്റെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ 50 വർഷക്കാലത്തെ 64 അതുണ്ടായ കാലം മുതലുള്ള ഈ അരനൂറ്റാണ്ട് കാലം ഏറ്റവും അധികം ഇതിനെ മുന്നോട്ട് നയിച്ചിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സഭ തന്നെയാണ്. അപ്പോൾ സഭയുടെ തീട്ടൂരത്തിന് അപ്പുറത്തേക്ക് ഉള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരള കോൺഗ്രസിൻ്റെ പ്രധാന വിഭാഗങ്ങൾ ഒരിക്കലും പോയിട്ടില്ല. പിന്നെ ചില അവാന്തര വിഭാഗങ്ങൾ, മാണി സാറിന് തന്നെ പറയുന്നത് പോലെ വളരുംതോറും വളരുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ പിളർന്നു പോയ ഏതെങ്കിലുമൊക്കെ ചില ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടാകാം. അത് ആണ് അതുപോലും സഭയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് വേണം കാണാൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ശ്രീ പി ജെ ജോസഫ് നയിക്കുന്ന 3 അംഗങ്ങളുള്ള ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരിപ്പോൾ എല്ലാം സംയുക്ത കേരള കോൺഗ്രസ് ആണ്. അപ്പോൾ അവർ ഇനി ഒരു എന്താ പറയുക ക്രോസ് ഓവറിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല, ഒരു വേലിയാട്ടത്തിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അത് അവരുടെ തന്നെ ശ്രീ ജെയിംസ് പറഞ്ഞ പോലെ അവരുടെ തന്നെ വിശ്വസനീയതയെ ചോദ്യം ചെയ്യും. എന്നല്ല പി ജെ ജോസഫ് അദ്ദേഹത്തിനോട് എനിക്ക് ഒരുപാട് കൂടുതൽ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം വർദ്ധിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ചില ശ്രീ SR പറഞ്ഞ പോലെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളെങ്കിൽ പോലും അദ്ദേഹം ശ്രീ കെ എം മാണിയുടെ സെക്കൻഡ് ഇൻ കമാൻഡായിട്ട്, അതായത് ഒരു നിഴൽ പോലെ എപ്പോഴും കൂടുണ്ട്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു 1ാം സ്ഥാന മോഹി ആയിരുന്നില്ല അദ്ദേഹം. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ അവിടെ പി ജെ ജോസഫ് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ്. അതുപോലും വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം ലയിക്കാൻ തീരുമാനിക്കുകയും ലയിച്ചു വന്ന് കൂടെ ഒരാൾ വന്ന് ആ സെക്യുലർ കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നത്. അപ്പോൾ ശ്രീ പി ജെ ജോസഫിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റിയെ രാഷ്ട്രീയ ധാർമ്മികതയെ ഇപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല ഡോക്ടർ ലാൽ. ഒന്ന്, പിന്നെ ശ്രീ സജീവൻ പറഞ്ഞ പോലെ ഒരിക്കലും കേരള കോൺഗ്രസ്സോ അല്ല അതിപ്പോൾ ബ്രാക്കറ്റിൽ M എന്നോ അല്ലെങ്കിൽ J എന്നോ അല്ലെങ്കിൽ S എന്നോ എന്തോ കിടന്നോട്ടെ ഒരിക്കലും UDFിൽ 2ാം കക്ഷിയാകാൻ പോകുന്നില്ല എന്ന് തന്നെ അതിൻ്റെ നേതാവ് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് തന്നെ വളരെ വ്യക്തമായ ചിത്രങ്ങളെ വിളിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. ഏറ്റവും സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്.
അപ്പോൾ ഒരു രണ്ടാമത്തെ ഘടകകക്ഷി എന്നുള്ള പ്രാധാന്യം ഇന്ത്യൻ മുസ്ലിം എല്ലാ കാലത്തും ഉണ്ടാവും. നമുക്കറിയാം ഇത്തവണ കഴിഞ്ഞ തവണ എത്ര സീറ്റിൽ ഇവർ രണ്ടുപേരും മത്സരിച്ചു നമുക്ക് കൃത്യമായിട്ട് അറിയാം. IUML എത്ര മത്സരിച്ചു, KC കേരള കോൺഗ്രസ് എത്ര മത്സരിച്ചു നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ശ്രീ സജീവൻ പറഞ്ഞ പോലെ അരനൂറ്റാണ്ട് പിന്നിട്ടു, നിയമസഭാംഗത്വത്തിൻ്റെ ഗോൾഡൻ ജൂബിലി എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും ശ്രീ KM മാണിക്ക് ആ ഒരു സ്ഥാനം ഒരു കിട്ടാക്കനിയായിട്ട് അവശേഷിക്കുന്ന രീതിയിലാണ് ഇനിയും കേരള പൊളിറ്റിക്സ്. ഇനി ഇത്തവണ അദ്ദേഹം പാലായിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പോലും ഇനി ഒരു 5 കൊല്ലത്തിനപ്പുറം പാലായിലെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ മാണി ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൂടാ. മറ്റൊന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത അദ്ദേഹം ഒരു സെക്കൻഡ് ഇൻ ഗവൺമെൻറ്റായിട്ടും CM ചീഫ് മിനിസ്റ്ററായിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് നിയമസഭാ കക്ഷി നേതാവ് വരുമ്പോൾ ഉപമുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി കാര്യങ്ങൾക്കൊന്നും ചർച്ചയില്ലല്ലോ. പുതിയ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. PJ ജോസഫിന്റെ വിഭാഗത്തിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല, അവിടെ തന്നെ കഴിഞ്ഞു കൂടും എന്നാണ് ശ്രീ J. അജിത് കുമാറിന്റെ നിരീക്ഷണം. ഇപ്പോൾ ശ്രീ ജോബ് മൈക്കിളും ശ്രീ PC ജോസഫും നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് ശ്രീ റെജി ലൂക്കോസ് കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തെ ഒന്ന് കേട്ടിട്ട് നേതാക്കളിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച അർത്ഥത്തിലാണോ കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൻ്റെ ഒക്കെ അവസ്ഥ ഇപ്പോൾ? ഈ വിമത നീക്കങ്ങൾ അങ്ങനെ വെറുതെ ലഘൂകരിച്ച് കാണേണ്ട കാഴ്ച മാത്രമാണോ? അവിടെ കത്തോലിക്ക സഭയുടെ ഇടപെടലിലൂടെ ഇതൊക്കെ വീണ്ടും UDF-നൊപ്പം തന്നെ നിൽക്കും എന്ന പ്രതീക്ഷകൾക്ക് എത്രത്തോളം ന്യായമുണ്ട്? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ആശയപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയങ്ങൾ സാഗൂതം വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ജനകീയ അടിത്തറയുള്ള 3 നേതാക്കന്മാരുള്ളത്. ഒന്ന് ശ്രീ KM മാണി, രണ്ടാമത് PJ ജോസഫ്, മൂന്നാമത് നമ്മുടെ ഫ്രാൻസിസ് ജോർജാണ്. ഫ്രാൻസിസ് ജോർജിനോടുള്ള സമീപനത്തിൽ ഒരു വഞ്ചനയുടെ ചരിത്രമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കൈവെള്ളയിൽ വന്നതാണ് ഇടുക്കി പാർലമെന്റ് സീറ്റ്. പക്ഷെ തികച്ചും അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്കും ഒരു മാന്യനായ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഉറപ്പായ ഒരു സീറ്റ് കൊടുക്കുമെന്നുള്ള വാഗ്ദാനം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ കുടുംബാധിപത്യത്തിന്റെ ഒരു ഇരയായി ഇന്ന് ശ്രീ ഫ്രാൻസിസ് ജോർജ് ഇന്ന് കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും വെളിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. തികച്ചും അവിചാരിതമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അടുക്കുവാനുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത് എന്നത് ആശയപരമായി ഒരു പരമ്പരയുടെ ഒരു പശ്ചാത്തലം അതിനകത്തുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. SR ശക്തിധരൻ സാറ് പറഞ്ഞ ഒരു വിലയിരുത്തലിനോട് ഒരു നിരീക്ഷണത്തിനോട് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിതാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ജനസമൂഹം കുഞ്ഞാടുകളെ പോലെ ഒരു വോട്ട് ബാങ്കായിട്ട് UDF-ന് വോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം മാറിയിരിക്കുന്നു. സഭാ നേതാക്കന്മാരുടെ അടുത്ത് പോലും ഒരു അടുത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, ഈ സമൂഹത്തിലെ മേലെ തട്ടിലുള്ള വിഭാഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുമായി അടുക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉരുണ്ടുകൂടിയിരിക്കുന്നു. അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തീയ കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ച് കത്തോലിക്ക കമ്മ്യൂണിറ്റിയെ ദയവായിട്ട് ഒരു വോട്ട് ബാങ്കായിട്ട് അല്ലെങ്കിൽ UDF-ന്റെ ഒരു വോട്ട് ബാങ്കായിട്ട് നിങ്ങൾ ചിത്രീകരിക്കരുത്. അത് തെറ്റാണ്. അത് ആ സമൂഹത്തിൽ സംശയങ്ങൾ ഉളവാക്കും. ആ സമൂഹം മാറി ചിന്തിച്ചിരിക്കുന്നു. കേരളത്തിന്റെ മതേതര ഭാവം നിലനിർത്തുവാൻ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിന്റെ ശക്തി അല്ലെങ്കിൽ അതിനെ ശാക്തീകരിക്കണമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആ വിഭാഗത്തിലെ നല്ലൊരു ജനം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വളരെ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണമാണ്. വ്യക്തമായിട്ടും പറയാം, ഒരിക്കലും ആവർത്തിക്കട്ടെ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ഇപ്പോൾ ഉള്ള ഈ അധികാര തർക്കം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് ഒരു അധികാര തർക്കമല്ല. ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജ് കേരളത്തിലെ രാഷ്ട്രീയ അല്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്തീയ കമ്മ്യൂണിറ്റി മുഖ്യമായി പ്രതിനിധാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് വിഭാഗത്തിൽ ഏറ്റവും ജനസമ്മതിയുള്ള 3-ൽ 1 രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തിലേക്കുള്ള വരവ് നിശ്ചയമായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കോട്ടയം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അത് സ്വാധീനം ചെലുത്തും എന്നത് നിസ്തർക്കമാണ്. അതിൽ യാതൊരു സംശയമില്ല കാര്യത്തിൽ. ശ്രീ ജോബ് മൈക്കിൾ, ഇതാണ് സ്ഥിതി. ജോസഫ് വിഭാഗത്തിലെ PJ ജോസഫിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ സെക്കൻഡ് ഇൻ കമാൻഡൻ്റായി കൂടെ നിർത്താൻ സാധിക്കും. 2 MLA-മാരെയും ചിലപ്പോൾ നിങ്ങൾക്ക് അധികാരത്തിൻ്റെ പേരിൽ നിർത്താൻ സാധിച്ചേക്കും. സീറ്റ് കൊടുത്തുകൊണ്ട് പോലും ഇനിയിപ്പോൾ
ബാക്കിയുള്ളവരെ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവരെ കൂടെ നിർത്താൻ സാധിക്കില്ല എന്നാണ് ചില നിരീക്ഷണങ്ങൾ. കാരണം നിങ്ങളുടെ പാർട്ടിയിലുള്ള ഏകാധിപത്യപരമായ പ്രവണതകൾ, വർഗീയതയെ കൂട്ടുപിടിക്കുന്ന BJPയോട് അടുക്കുന്ന ചില നിലപാടുകൾ, റബ്ബർ സമരത്തിൻ്റെ പേരിലുള്ള നാടകങ്ങൾ, ഇതൊന്നും ജോസഫ് വിഭാഗത്തിലെ ചിലർക്കെങ്കിലും ഇനി അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ ക്ഷമ നശിച്ചിരിക്കുന്നു എന്നാണ് ഇനിയുള്ള നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഇവിടെ മനസ്സിലാകാത്തത്, ഇവിടെ ചർച്ച ചെയ്യുന്നത് കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ കർഷകർക്ക് വേണ്ടി സമരം ചെയ്തതുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോകുമെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ കർഷകർക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിന് എല്ലാവിധം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടത്. അല്ലാതെ കേരളത്തിലെ കർഷകർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ സമരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സമരം ചെയ്ത് തെറ്റായി പോയി, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും രംഗത്ത് വരാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ ഇത്ര നാളെ വീരേന്ദ്രകുമാറിന്റെ ജനതാദളിന്റെ പറയായിരുന്നു. ഇപ്പൊ എന്തെന്തായി? വീരേന്ദ്രകുമാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു, അച്യുതാനന്ദൻ പറയുന്നു ഉടനെ തിരിച്ചു വരും, പിണറായി പറയുന്നു ഉടനെ തിരിച്ചു വരും, പറയുന്നു ഉടനെ തിരിച്ചു വരും. എന്നിട്ട് ഇപ്പൊ എന്തായി സ്ഥിതി? അവർ വല്ല നിങ്ങളുടെ കൂടെ വന്നോ? ഇവിടെ നിങ്ങളെ വ്യാപകമാണ്, ഇടതുപക്ഷം മുന്നിൽ വ്യാപകമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ വരും. അങ്ങനെ ശ്രീ ജോബ് മൈക്കിൾ, ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ആരും തന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ കൂടെ പോകുന്നു, അവർ ചർച്ച നടത്തിയിട്ടുണ്ട്, അവർ അവരുടെ പിന്നാലെയാണെന്ന് പറഞ്ഞിട്ടില്ലാന്ന് മാത്രമല്ല സീറ്റിന്റെ തർക്കം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ജോസഫ് വിഭാഗത്തിലെ വിമത നീക്കങ്ങൾ എന്ന് പറയുന്ന ആ പേരിലുള്ള ആളുകളൊക്കെ തന്നെ ശ്രീ ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ളവരും മറ്റുമൊക്കെ തന്നെ മാധ്യമങ്ങളോട് നേരിട്ടും അല്ലാതെയും പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, കുടുംബവാഴ്ച. ഈ സമരം നിങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും അത് നാടകമെന്ന് പറയുന്നത് ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളവരാണ്. രണ്ടാമത്, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത്, അവരുടെ കൂടെ ചർച്ച നടത്തി പോകുന്നു എന്ന് പറഞ്ഞത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടി നീക്കങ്ങൾ നടത്തി എന്ന് പറഞ്ഞത് ആരാണെന്ന് നിങ്ങളുടെ കൂടെ ഉള്ളവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില രേഖകൾ തന്നെ ചൂണ്ടിക്കാട്ടി സഖ്യം നടത്തിയത്, BJPയുമായി സഖ്യം നടത്തിയത് പുറത്തേക്ക് വന്നതൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. വിക്ടർ ജോർജിൻ്റെയൊക്കെ കാര്യത്തിൽ പുറത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ, അതുപോലെയുള്ള കാര്യങ്ങൾ ഇതുവരെ യോജിച്ച് മറ്റൊരു പാർട്ടി ആയ ജോസഫ് വിഭാഗം നിങ്ങളുടെ കൂടെ നിന്നിട്ട് പോലും ഇത്രയും കാലം അവർക്ക് നീതി കിട്ടിയിട്ടില്ല, അതിനകത്ത് പീഡനം സഹിക്കേണ്ടി വന്നു എന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. അതാണ് ഫ്രാൻസിസ് ജോർജിനെ പോലുള്ളവർ ഇപ്പോൾ അണ പൊട്ടി പുറത്തേക്ക് വരുന്നതിന്റെ കാഴ്ചയായി നിരീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ആരും പൊട്ടി പുറത്തു പോകാൻ പോകുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിയിലുള്ള എല്ലാ ആളുകളും ഈ പാർട്ടിയുടെ ചെയർമാനായ ബഹുമാനായ KM മാണി സാറിന്റെ കൂടെയും ബഹുമാനായ PJ ജോസഫ് സാറിന്റെ കൂടെയും അടിയുറച്ചു നിൽക്കും. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ആരെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ മലപ്പൊടിക്കാത്ത സ്വപ്നമായിരിക്കും. ഞാനൊരു കാര്യം ഞാൻ വ്യക്തമാക്കി പറയട്ടെ, കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാര് എന്തെങ്കിലുമൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ പ്രശ്നങ്ങൾ. ഇലക്ഷൻ വരുമ്പോൾ പിണറായി മത്സരിക്കുമോ അച്യുതാനന്ദൻ മത്സരിക്കുമോ എന്ന തർക്കം നിങ്ങളുടെ പേരില്ലേ? LDFിന്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ നമ്മുടെ ചർച്ചയിൽ ആ തർക്കമില്ല. നമ്മുടെ ചർച്ചയ്ക്കകത്തില്ല അത് ഇടതുമുന്നണിയിൽ ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ച ഇപ്പൊ ഇവിടെ എടുത്തിട്ടുമില്ല. നമ്മുടെ ഇത് ഇടതുമുന്നണി യോഗത്തിലേക്കല്ല ശ്രീ ജോബ് മൈക്കിൾ നമ്മൾ ചർച്ചയ്ക്ക് അങ്ങേ വിളിച്ചത്. ഇത് കൈരളിയുടെ പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ കേരള കോൺഗ്രസിൽ നടക്കുന്ന വിമത തർക്കങ്ങൾ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുമാത്രം സത്യമാണ്, അവർ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന നിരീക്ഷണങ്ങളാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. അതിനകത്ത് നിരീക്ഷണത്തിൽ ഇടപെട്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇലക്ഷൻ വരുമ്പോൾ എല്ലാ പാർട്ടികളിലും സ്വാഭാവികമായും സീറ്റിനെ സംബന്ധിച്ച് പരസ്പരം തർക്കങ്ങളും അവകാശവാദവും ഒക്കെ പറയാറുണ്ട്. അത് CPM-നുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്, കേരള കോൺഗ്രസിനുമുണ്ട്. അങ്ങനെയുള്ള തർക്കങ്ങൾ വരുമ്പോൾ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട്, വേറെ രീതിയിൽ വർഗീകരിച്ചുകൊണ്ട്, വേറെ രീതിയിൽ പർവ്വതീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് താറടിക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ ഇത് ആരാണ് താറടിച്ചു കാണിച്ചത്? നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ തന്നെയാണ്. ശ്രീ ആന്റണിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയാണ്. ഫ്രാൻസിസ് ജോർജും PC ജോസഫും ഒക്കെ പോകുന്നെങ്കിൽ പോകട്ടെ, അവർ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കണം, ഇനി അവരെയും കൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഇടുക്കിയിലെ പോസ്റ്ററുകളൊക്കെ അങ്ങും വായിക്കുന്നില്ലേ? അവിടെ മാധ്യമങ്ങളോട് പറഞ്ഞതൊക്കെ അങ്ങും കണ്ടില്ലേ? ആരെങ്കിലും എവിടെങ്കിലും ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ആ സംഭവങ്ങൾ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുകയല്ല ചെയ്യേണ്ടത്. അത് കോമണായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആ പാർട്ടിയുടെ സെറ്റപ്പ് ഉണ്ട്. ആ പാർട്ടിക്ക് ഒരു നേതൃത്വം തരുന്നുണ്ട്. ശരി, ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ ഉൾപ്പെടെയുള്ള പരാതികൾ, ശ്രീ ഫ്രാൻസിസ് ജോർജിന് സീറ്റ് കൊടുക്കാൻ നിങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞോ? അതൊക്കെ പാർട്ടിക്ക് ഇപ്പൊ ഉള്ളത് UDFിൽ 15 സീറ്റാണ്.
ആ 15 സീറ്റ് ആരൊക്കെയാണ് മത്സരിക്കുന്ന പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ആ 15 സീറ്റിന്റെ കൂട്ടത്തിൽ UDF അധികമായ സീറ്റ് ചോദിച്ചിട്ടുണ്ട്. ആ കൂടുതലായി കിട്ടുന്ന സീറ്റുകളും നിലവിലുള്ള 15 സീറ്റുകളും ഒക്കെ വെച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ അതിനെ സംബന്ധിച്ച് അവിടെയാണ് പ്രശ്നം. ശ്രീ ജോബ് മൈക്കിൾ, ശ്രീ KM മാണിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല, അദ്ദേഹം പാലായിൽ മത്സരിക്കും. ശ്രീ PJ ജോസഫിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല, അദ്ദേഹം തൊടുപുഴയിൽ മത്സരിക്കും. പക്ഷേ അതുപോലെ പ്രാധാന്യമുള്ള ഫ്രാൻസിസ് ജോർജ് എന്ന നേതാവിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് 15 സീറ്റിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പിന്നീട് ആലോചിക്കണം. അതാണ് ഫ്രാൻസിസ് ജോർജിന് ഉണ്ടാകുന്ന പീഡനം. ഈ 15 സീറ്റിന്റെ അകത്ത് പാലായും തൊടുപുഴയും ഒക്കെ വരുന്നതാ. അതിനകത്ത് എന്നാ തർക്കം? 15 സീറ്റിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, 15 സീറ്റ് നിലവിൽ പാർട്ടിക്ക് UDF അത് കൂടുതലായ സീറ്റുകൾ പാർട്ടി ചോദിക്കും. അതിന് നേതാവ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് അതിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു വിശദീകരണം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UDF നേതൃത്വം തീരുമാനിക്കും. അപ്പം മാർച്ച് 2-ാം തീയതിയാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നത്. ആ ചർച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ ഇത്രയും പറയുക അങ്ങനെ സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു, അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ നേരത്തെ ഒരു പ്രഡിക്ഷൻ നടത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ പൊളിറ്റിക്കലായിട്ട് എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകളാണ്. എന്തായാലും ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം ഇപ്പോ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് സീറ്റ് തർക്കം മാത്രമല്ല, പ്രത്യയശാസ്ത്രപരമായ ചില തർക്കങ്ങളുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാഴ്ച കാര്യം കുടുംബവാഴ്ച അംഗീകരിക്കാൻ സാധിക്കില്ല. ഒപ്പം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹവും എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണം. ശ്രീ ജോബ് മൈക്കിൾ, ഫ്രാൻസിസ് ജോർജ് അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ആ രീതിയിൽ പാർട്ടിക്ക് അച്ചടക്കമുള്ള നേതാവാണ്. ആ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം മാതൃക കാണിക്കുന്ന നേതാവാണ്. അദ്ദേഹം ആ മാതൃകയിൽ കൂടെ തന്നെ പോകത്തുള്ളൂ. ഞാൻ തിരിച്ചു വരാം. ശ്രീ PP ജെയിംസ്, ശ്രീ ജോബ് മൈക്കിളിനെ പോലെയുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ അടിയുറച്ചു നിൽക്കുന്ന നേതാക്കളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജിനെയൊക്കെ കൂടെ നിർത്തി ശ്രീ ആന്റണി രാജുവിനെയും ഫ്രാൻസിസ് ജോർജിനെയും PC ജോസഫിനെയും ഒക്കെ കൂടെ നിർത്തി ഡോക്ടർ KC ജോസഫിനെയൊക്കെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് സീറ്റ് തർക്കമാണെങ്കിൽ അവർക്ക് സാധിച്ചേക്കും. ഒരുപക്ഷെ ആന്റണി രാജുവിന് എവിടെയെങ്കിലും സീറ്റ് കൊടുക്കാൻ സാധിക്കും. കൊല്ലത്തോ കുണ്ട്രയിലോ ഒക്കെ സീറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ ചങ്ങനാശ്ശേരി സീറ്റിൽ വിട്ടുവീഴ്ചകൾ നടത്താം. ഇടുക്കിയിൽ പൂഞ്ഞാർ സീറ്റ് ഫ്രാൻസിസ് ജോർജിനെ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി ബലിയാടാക്കാൻ അവർക്ക് വേണമെങ്കിൽ നോക്കാം. ഫ്രാൻസിസ് ജോർജിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഒരു സീറ്റ് അങ്കമാലിയിലോ എവിടെയെങ്കിലും നോക്കാൻ സാധിക്കും. ഇതൊക്കെയാണല്ലോ അവരുടെ ഒരു ആലോചന. ഇതിലൂടെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാര്യങ്ങൾ അങ്ങ് നേരത്തെ കരുതിയതുപോലെ അധികാര തർക്കമാണെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് അങ്ങ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒരു കാര്യം ഞാൻ തിരുത്താൻ ശ്രമിക്കുകയാണ്. എല്ലാ കാലത്തും കേരള കോൺഗ്രസ് സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ഇതിൽ നിന്ന ഒരു പാർട്ടിയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ശരിയല്ല. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ സഭയും കേരള കോൺഗ്രസും തമ്മിൽ ഒരുപാട് ഡയലോഗും കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ജോസഫ് ഗ്രൂപ്പ് ഇങ്ങോട്ട് വരുന്നതിൽ കത്തോലിക്ക സഭ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് UDFിലേക്ക്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വയലിൽ എന്ന വളരെ ശക്തനായ ബിഷപ്പ് പാലായിലിരിക്കുന്ന സമയത്ത് പാലയെ അടക്കി ഭരിച്ചിരുന്നപ്പോൾ വയലിൽ ബിഷപ്പിനെയും കോൺഗ്രസിനെ MM ജേക്കബ് എന്ന സ്ഥാനാർത്ഥിയെയും വെല്ലുവിളിച്ച് സഭയ്ക്കെതിരെ മത്സരിച്ച് ജയിച്ച ആളാണ് KM മാണി. അപ്പം അതുകൊണ്ട് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയത്തിൽ സഭയുടെ ബിഷപ്പുമാർക്ക് മേൽ കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വാധീനമുണ്ട്. അത് KM മാണിയും PJ ജോസഫും KM ജോർജ് അടക്കമുള്ളവർ തെളിയിച്ചിട്ടുണ്ട്. അത് കേരള രാഷ്ട്രീയം എടുത്താൽ അത് മറ്റേ മധ്യ തിരുവിതാംകൂറിന് പുറത്ത് തൃശ്ശൂർ അടക്കം സിറോ മലബാർ സിറിയൻ കത്തോലിക്കയുടെ വലിയ കേന്ദ്രമാണ്. കുണ്ടുകുളത്തിനെയോ ആലപ്പാട്ടിനെയോ അല്ലെങ്കിൽ പഴയാറ്റിനെയൊക്കെ വെല്ലുവിളിച്ച് അങ്ങനെ പ്രസ്ഥാനം തൃശ്ശൂരിലോ മലബാറിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ചങ്ങനാശ്ശേരി, ഇടുക്കി, പാല, കാഞ്ഞിരപ്പള്ളി രൂപതകളിൽ ബിഷപ്പുമാരെക്കാൾ കൂടുതൽ സ്വാധീനമുള്ള ആൾക്കാരാണ് KM മാണിയും PJ ജോസഫും. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് ഒരു കാലഘട്ടത്തിലെ ആ ഒരു ശക്തി തീട്ടൂരം കൊടുത്തിട്ട് അതിനെ എതിർത്ത് KM മാണി വിജയിച്ചു. അപ്പൊ അതുകൊണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ശക്തിയെ നമ്മൾ തള്ളിപ്പറയേണ്ട, അതൊരു പോസിറ്റീവും കൂടിയാണ്. റെജി ലൂക്കോസ്, താങ്കൾ ഈ നിരീക്ഷണത്തെ എങ്ങനെ കാണുന്നു? കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിൽ യാതൊരു തർക്കമില്ല. നമ്മുടെ മുമ്പിൽ തന്നെ വ്യക്തമായ 1-2 ഉദാഹരണങ്ങളുടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള കത്തോലിക്ക സഭയുടെ അടുപ്പം എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റും. ജോസഫ് ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് നിന്നപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് വലിയ അതിർത്തിയൊന്നുമില്ലായിരുന്നു. ജോസഫ് ഗ്രൂപ്പ് വലതുപക്ഷത്തേക്ക് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രയാണം കത്തോലിക്ക സഭയുടെ ഒരു മൗന അനുവാദത്തോടുകൂടിയാണെന്നുള്ളവരൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ കത്തോലിക്ക സഭ എന്ന് പറയുന്ന പ്രസ്ഥാനം
കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയെ സാഗൂതം വീക്ഷിക്കുകയും കേരളത്തിന്റെ മതേതരഭാവം നിലനിർത്തുന്നതിനായിട്ട് കേരളത്തിൽ ഒരു ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം എന്നൊരു മാനസികാവസ്ഥയിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കത്തോലിക്ക സഭയിലെ നല്ലൊരു വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോൾ ശ്രീ ഫ്രാൻസിസ് ജോർജിനുണ്ട്. ഫ്രാൻസിസ് ജോർജ് വ്യക്തമായ ഒരു നിലപാടെടുത്ത് ഇടതുപക്ഷത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും സഭയിലെ നല്ലൊരു ശതമാനം ജനങ്ങളും അല്ലെങ്കിൽ സഭയുടെ അധികാരികളും പിന്തുണയ്ക്കുമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അടുത്തു നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് ഈ ചാനലിനോട് പറയാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ എനിക്ക് സമയം തരണം. ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചോളം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഇനി തുടരുക എന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഒരു ആത്മഹത്യയായിരിക്കും. കാരണം ഇനി വാദത്തിന് വേണ്ടി ഫ്രാൻസിസ് ജോർജിന്റെ ജനസമ്മതിയെ ഭയന്ന് ഒരു സീറ്റ് എവിടെയെങ്കിലും കൊടുത്താൽ ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസ് മാണി വിഭാഗം കാലുവാരി അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ ഒരു അന്ത്യ കൂതാശ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആശയപരമായി കേരളത്തിലെ കർഷക സമൂഹത്തിനോട് പ്രതികരിക്കുന്നതിലും അദ്ദേഹം പാർലമെന്റിൽ ലോക്സഭയിൽ അംഗമായിരുന്നപ്പോൾ ഇടുക്കി പാക്കേജ് പോലുള്ള നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന പദ്ധതികൾ കേരളത്തിൽ അവതരിപ്പിക്കുകയും ചെയ്ത നല്ലൊരു പാർലമെന്ററിനായിരുന്നു. അദ്ദേഹത്തിലെ മലയോര കർഷകരും ഈ മധ്യ തിരുവിതാംകൂറിലെ നല്ലൊരു ശതമാനം ജനങ്ങളും കേരള കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ളിലുള്ള അനുഭാവികളും അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നു. ഈ വംശാധിപത്യത്തിൽ നിന്നും ഈ കുടുംബാധിപത്യത്തിൽ നിന്ന് പുറത്തു കിടന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് വരണം എന്നുള്ളത് ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ മധ്യ തിരുവിതാംകൂറിലെ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലുള്ള ഒരു വികാരമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ സജീവൻ, ഇപ്പോ ഈ ചൂണ്ടിക്കാട്ടിയതുപോലെ സഭയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് എപ്പോഴും കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. സഭ അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഇടുക്കിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഭ എടുത്ത നിലപാടറിയാം. ജോയ്സ് ജോർജ് എന്ന MP-യുടെ വിജയം നമുക്കറിയാം. അവിടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രത്യേക ഒരു രാഷ്ട്രീയം നമുക്കറിയാം. അത് ഇടതുപക്ഷം എങ്ങനെ മുതലാക്കി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ആ അർത്ഥത്തിൽ പഴയ രീതിയിലല്ല, ആ ഇക്വേഷനല്ല ഇപ്പോൾ ഈ പാലായിലും കോട്ടയത്തും കത്തോലിക്ക കേരള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. അത് മനസ്സിലാക്കിയുള്ള ജോസഫ് വിഭാഗത്തിൻ്റെ ഒരു നീക്കം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വായിച്ചെടുക്കാൻ സാധിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് സഭയ്ക്ക് കീഴടങ്ങിയിട്ട് കേരള കോൺഗ്രസുകൾ നിൽക്കുന്നോ, കേരള കോൺഗ്രസുകൾക്ക് കീഴടങ്ങിയിട്ട് സഭ നിൽക്കുന്നോ ഉള്ള പ്രശ്നമല്ല. പരസ്പരം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സഭയെ വെല്ലുവിളിച്ചുകൊണ്ട് മാണി അധീശനായി നിന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കാലഘട്ടത്തിലുണ്ടായതുപോലെ സഭ മാണിക്ക് കീഴടങ്ങി നിൽക്കുന്നൊന്നുമില്ല. എപ്പോഴും സഭ പലപ്പോഴും മാണിക്ക് അനുകൂലമായിട്ട് വന്നു. കഴിഞ്ഞ തവണ LDF നിന്നും PJ ജോസഫിൻ്റെ ഗ്രൂപ്പിനെ അടർത്തിയെടുത്ത് കൊടുക്കുന്നതിന് മാണിയുടെ വ്യക്തിപരമായ താല്പര്യമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അജിത്ത് തെറ്റിദ്ധരിച്ചു തോന്നുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന സമയത്ത് ഉപമുഖ്യമന്ത്രിയാവാനല്ല ശ്രമിച്ചത്. കഴിഞ്ഞ തവണ ഇതിനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനെ PK കുഞ്ഞാലിക്കുട്ടി അതിശക്തമായിട്ട് എതിർക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളാണ് രണ്ടാം പാർട്ടി. അതൊരു തന്ത്രമായിരുന്നു, ശ്രമമായിരുന്നു. ആ ശ്രമത്തിന് സഭ കൂട്ടുനിന്നിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യശത്രുവായിരുന്ന PC ജോർജിന് ഉൾപ്പെടെയുള്ള ആളുകളെ, മാണിയും ഏറ്റവും വളരെ കടുത്ത ഭിന്നതയിലുണ്ടായിരുന്ന PC ജോർജിന് ഉൾപ്പെടെ ഇപ്പോഴത്തെ മാറ്റിയെടുക്കുന്നതിൽ സഭയുടെ പിന്തുണയും കരുനീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ റജി പറഞ്ഞ പോലെയാണ്. ഇതിൽ ഇപ്പോൾ ഈ മൊത്തമായിട്ട് സഭ UDF അനുകൂലമായിട്ടോ മറ്റും നിൽക്കുന്നൊന്നുമില്ല. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ PJ ജോസഫിൻ്റെ ഗ്രൂപ്പ് മറുപുറം പോയാൽ അവർക്ക് കടുത്ത എതിർപ്പുണ്ടാവില്ല. ഇവിടെ PJ ജോസഫ് പോകാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വസ്ഥമായിട്ട് നിൽക്കാം. അദ്ദേഹം ഒരു മൽപ്പിടുത്തത്തിന് തയ്യാറല്ല. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ ഇവിടെ ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള ആളുകൾക്ക് റജി പറഞ്ഞത് വളരെ നിഗമനം എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ടുള്ളതാണ്. ഫ്രാൻസിസ് ജോർജിന് എവിടെയെങ്കിലും സീറ്റ് കൊടുത്ത് കേരള കോൺഗ്രസിന് സീറ്റോ അല്ലെങ്കിൽ കോൺഗ്രസിന് സീറ്റോ കൊടുത്തിട്ട് മത്സരിപ്പിച്ചാൽ പോലും അദ്ദേഹത്തെ കാലുവാരി തോൽപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പൂഞ്ഞാറാണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് മാണിക്ക് പിന്തുണച്ചക്കാരനായിട്ട് വരാൻ പോകുന്ന ജോസ് കെ മാണിക്ക് ഒരു വഴിമുടക്കുന്ന ആളുകൾ വേണ്ട. അതുകൊണ്ടാണ് ഈ പാർട്ടിയെ ധിക്കരിക്കുന്ന ആളുകൾ ഈ പാർട്ടിക്ക് പുറത്തു പോകണമെന്ന് 2 ദിവസം മുമ്പ് മാണി പറഞ്ഞത്. അദ്ദേഹം വളരെ കൃത്യമായി PJ ജോസഫ് ഒരു വഴിമുടക്കിയായിട്ട് നിൽക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഏതാണ്ടൊരു നിസ്സംഗനായിട്ടുള്ള അവസ്ഥയിലേക്ക് PJ ജോസഫ് പോയി കഴിഞ്ഞു. പ്രശ്നമായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത്, ഔന്നത്യത്തിൽ നിൽക്കാൻ സാധ്യതയുള്ളത് ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ബലത്തിൽ. പിന്നീട് കേരള കോൺഗ്രസിൽ
കുറേ കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്ന ആൾ പൊതു വിവരത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ആളുകൾക്കും എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്ന ആളുകൾ ആന്റണി രാജുവിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വഴിമുടക്കിയായിട്ട് മാറാനുള്ള സാധ്യത കണ്ടുകൊണ്ടാണ് അവരെയൊക്കെ പോയാലും തിരക്കില്ല. അവർ ഒന്നോ രണ്ടോ ആളുകൾ പാർട്ടിയിൽ നിന്ന് പോയാൽ പോലും പി ജെ ജോസഫിനെയും മോൻസിനെയും കുരുവിളയെയും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാമെന്നുള്ള തന്ത്രം കെ എം മാണി നടപ്പാക്കുന്നത്. ആ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ സഭ എവിടെ നിൽക്കും? സഭ ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയ ശക്തമായ നിലപാട് എടുക്കാൻ സാധ്യതയില്ല. അവരിതിൽ ഇടപെടാൻ ചിലപ്പോഴൊക്കെ മാണിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇടപെട്ടേക്കാം. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് ഇടപെടാൻ സാധ്യതയുള്ള ഒരാൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും. അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും രമ്യമായ പരിഹാരം, പി ജെ ജോസഫും കെ എം മാണിയും ഒരുമിച്ച് നിൽക്കുന്നൊരവസ്ഥ, അതിൽ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജൊക്കെ പോയാൽ പോലും ഒരുമിച്ച് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. പലപ്പോഴും സീറ്റ് കൊടുത്തു കോൺഗ്രസിന്റെ സീറ്റ് കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജിനെയൊക്കെ ഒന്ന് ഒതുക്കി നിർത്താൻ, മെരുക്കി നിർത്താനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രീ എസ് ആർ ശക്തിധരൻ, അതായത് ഈ പറയുന്ന വലിയ ആശയപരമായ പ്രശ്നം ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ഉയർത്തി ഇപ്പോൾ നിൽക്കുന്ന അവസരത്തിൽ തന്നെ അവരെ ഒന്ന് അനുനയിപ്പിച്ച് നിർത്താൻ മുഖ്യമന്ത്രിയാണ് ശ്രമിക്കുക. അതിന് സീറ്റ് കൊടുക്കലാണ് അതിനകത്തുള്ള ആ ഭാഗത്തുള്ള ഒരു പോംവഴി എന്ന് പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ ആശയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് ഏത് മുന്നണിയും അത് ഉപയോഗപ്പെടുത്തുന്നതാണ് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഘട്ടങ്ങളിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളത്. അത് എൽ ഡി എഫിനും ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വരും. എൽ ഡി എഫ് അത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരും. അവർ ഈ ആശയ സമരം നടത്തി മുന്നോട്ടേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊരു സീറ്റ് എന്നുള്ളത് പ്രശ്നം തന്നെയാകും. അങ്ങനെ ഒരു അക്കോമഡേഷൻ വേണ്ടി വരും. അത് ഏത് രീതിയിലാണ് എന്ന് എൽ ഡി എഫും ചർച്ച ചെയ്യുന്നുണ്ടാകുമോ? അങ്ങനെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? അല്ല, ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഇതിൽ ആ പാർട്ടിക്കകത്ത് നടക്കുന്ന ചില ആശയ ധ്രുവീകരണങ്ങളാണ്. അത് സംബന്ധിച്ച് അവരൊരു തീരുമാനമെടുത്ത് വെളിയിൽ പോയിട്ട് അവർ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും ആലോചിക്കേണ്ട കാര്യമാണത്. ഇപ്പം തന്നെ ഡൽഹിയിൽ വെച്ച് ഈ വാർത്ത കേട്ടതിനെ തുടർന്ന് കോടിയേരി ബാലകൃഷ്ണൻ വളരെ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചയും ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വരട്ടെ, വരുന്ന കാലത്ത് പരിശോധിച്ചാൽ പോരെ എന്നുള്ളൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഓടിച്ചാടി, കാരണം ഇതൊന്നും അങ്ങനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കക്ഷികളാണ് എന്ന് ഇടതുപക്ഷത്തിന് യാതൊരു തരം. യെസ്, അത് ഇടതുപക്ഷ മുന്നണി എന്നുള്ള നിലയ്ക്ക് അവർ ആലോചിക്കട്ടെ, അവർ അത് തീരുമാനിക്കട്ടെ. പക്ഷെ അതിനൊരു സാധ്യത, നമ്മൾ ആ സാധ്യതയാണല്ലോ അന്വേഷിക്കുന്നത്. സാധ്യതയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സീറ്റുകൾ അക്കോമഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും വന്നു കഴിഞ്ഞാൽ. ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയുക? അല്ല, അത് ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നാൽ, അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ അവരെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമുള്ള മറ്റേ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആശയപരമാണെങ്കിൽ അവരിപ്പോൾ തന്നെ പോരണം, ഇപ്പം തന്നെ ഇറങ്ങിയിട്ട് ഇതൊക്കെ പറയണം, ജനങ്ങളോട് പറയണം. അവർ ഇത് സംബന്ധിച്ചുള്ള ഞങ്ങൾ ഈ പാർട്ടി യോജിച്ചു എന്ന് പറയുന്ന കാലത്ത് പോലും മോരും മുദ്രയുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജോസഫിന് ഒരു രണ്ടാം കിട പൗരനായിട്ട് തന്നെയാണ് മാണി. അതായത് ആ രണ്ട് ഭാഗങ്ങളെ രണ്ടായി തന്നെ കാണാൻ ഇടതുപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. അതായത് ഒരു ഭാഗം ഞാൻ പറഞ്ഞ എപ്പോഴും പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനാണ് ജോസഫ് പോയത് എൽ ഡി എഫ് വിട്ട്, എന്ത് അസൗകര്യം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ചോദിച്ചില്ല. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അന്ന് സഭയുടെ ഇടപെടൽ വളരെ ശക്തിയായി ഉണ്ടായി. പി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനസ്സോടെ ആ മുന്നണി വിട്ടു പോയതാണെന്നുള്ളത് വ്യക്തിപരമായി എനിക്കറിയാവുന്നതാണ്. മുന്നണി വിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്ത്, എൽ ഡി എഫിൻ്റെ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ അവിടെ പോയി കണ്ടതാണ്. യെസ്, ശ്രീ റെജി ലൂക്കസ്, ഈ പറഞ്ഞ കാര്യം കൂടി, അതായത് ഈ പറയുന്ന ആശയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതിന് സഭയുടെ പിന്തുണ ഉണ്ടാകാം അല്ലെങ്കിൽ ഇല്ലാതാകാം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഭയും അംഗീകരിക്കുന്നതാണെന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ വിശ്വസിച്ചാൽ തന്നെ ഇനി എന്താണ് അവർ ഇറങ്ങി വരിക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പുറത്ത് എൽ ഡി എഫ് അത് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സീറ്റ് കൊടുത്തുകൊണ്ടുള്ള സ്വീകരണം എന്നുള്ളതാണല്ലോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഒരു രാഷ്ട്രീയം. അത് ഏത് രീതിയിലാണ് ജോസഫിൻ്റെ വിഭാഗം, വിമത വിഭാഗം ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകുക, അവർക്ക് പ്രായോഗികമാകുക? ശ്രീ റെജി ലൂക്കോസിലേക്ക് നമുക്ക് ഉടനെ തിരിച്ചെത്തണം.
ശ്രീ പി ജെയിംസ്, താങ്കൾ അതിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു? എന്താ ചോദ്യം എന്താ പറഞ്ഞത്? അതായത് സീറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. അത് ജോസഫ് വിഭാഗത്തിന്റെ ആശയപരമായ പ്രശ്നം എന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ പോലും അവർക്കൊരു രാഷ്ട്രീയ അക്കോമഡേഷൻ വേണമെങ്കിൽ LDF തന്നെയാണ് കൊടുക്കേണ്ടി വരിക. അത് LDFന് ഒരു കീറാമുട്ടിയാകുമോ? LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ വ്യക്തമാണ്. EMSന്റെ കാലഘട്ടം മുതലേ പറഞ്ഞിട്ടുണ്ട്, PJ ജോസഫിനെ ഇടതുപക്ഷത്തേക്ക് എടുക്കുമ്പോൾ തന്നെ അന്ന് LDF തീരുമാനിച്ചെന്താ, PJ ജോസഫ് പള്ളിയെയും പട്ടക്കാരനെയും തള്ളി പറഞ്ഞുകൊണ്ട് വരണമെന്നാണ് ആദ്യം ദേശാഭിമാനിയിലുള്ള ലേഖനത്തിൽ EMS ആവശ്യപ്പെട്ടത്. കാരണം ഒരു ന്യൂനപക്ഷ പാർട്ടി എന്തൊക്കെ പറഞ്ഞാലും പാർട്ടി കോൺഗ്രസിലെ ലൈൻ അനുസരിച്ച് വർഗീയ പാർട്ടി എന്ന് നേരിട്ട് പറയുന്നില്ലെങ്കിലും ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടൊരു പാർട്ടി വരുമ്പോൾ അത് പാർട്ടിക്ക് കിട്ടാവുന്ന സെക്യുലർ വോട്ട്സിനെ ബാധിക്കുമെന്ന് വിലയിരുത്തുന്ന ഒരു വിഭാഗം കൂടി ഈ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്നൊരു അക്കോമഡേഷൻ കേരള കോൺഗ്രസിൽ നിന്ന് വന്നാൽ സ്വീകരിക്കില്ല. പക്ഷേ സ്വീകരിക്കും. ആര് വന്നാൽ? PJ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വന്നാൽ ഇടതുപക്ഷം സ്വീകരിക്കും. KM മാണിക്കും PJ ജോസഫിനുള്ള സ്വീകാര്യത PJ ജോസഫിന് ഇപ്പോൾ അല്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് അറിയാം. അതിവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഫ്രാൻസിസ് ജോർജ് നമ്മളൊക്കെ നേരിട്ട് അറിയുന്ന നേതാവാണ്. അദ്ദേഹം ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഫ്രാൻസിസ് ജോർജിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോംപ്രമൈസിന് അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാവുന്ന സെക്യുലർ വോട്ട്സ് കോംപ്രമൈസ് ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറാവുമെന്ന് ഞാൻ അതാണ് ഞാൻ ചോദിച്ചത്. അതായത് LDFന് ഒരു PJ ജോസഫിന്റെ നേതൃത്വത്തിൽ വന്നാൽ സ്വീകരിക്കും. ഈ PJ ജോസഫ് വന്നാൽ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഫ്രാൻസിസ് ജോർജ് അത്രത്തോളം വളർന്നിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ LDF എങ്ങനെയാണ് ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുക? ഈ ആശയപരമായ ഒരു സ്വീകാര്യത LDFന് ഉണ്ടാകുമ്പോൾ തന്നെ ഇപ്പോൾ രണ്ടാമത് ഉടനെ തന്നെ പരിശോധിക്കേണ്ടി വരുന്ന കാര്യം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സീറ്റാണല്ലോ. ആ കാര്യത്തിൽ ഈ ഒരു മുൻവിധിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഡിമാൻഡോടുകൂടിയാണോ ജോസഫ് വിഭാഗം വരാൻ സാധ്യതയുള്ളത്? അല്ല, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ PJ ജോസഫിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ 4-5 വർഷമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട മറ്റ് MLA-മാരെയോ അല്ലെങ്കിൽ നേതാക്കളെയോ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോക്ക്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കേരള കോൺഗ്രസിൽ മറ്റൊരു കലാപം ഉണ്ടായിരുന്നു. മോൻസി ജോസഫിന് സീറ്റ് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലേക്ക് മാറി മത്സരിക്കണമെന്നുള്ളൊരു ഒരു കിംവദന്തി കേരളത്തിൽ പടർന്നപ്പോൾ മോൻസി ജോസഫും PJ ജോസഫും എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് കലാപം ഉണ്ടാക്കി. അപ്പോൾ മോൻസി ജോസഫിനോട് സീറ്റ് വാഗ്ദാനം ചെയ്തു. ഞാനിത് പറയാൻ കാരണം അപ്പോഴും ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന ജനകീയനായ നേതാവിനെ ഈ ജോസഫ് ഗ്രൂപ്പും PJ ജോസഫും തഴയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചോളം, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വ്യക്തമായ ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തിലേക്ക് വരിക എന്നത് ചരിത്രപരമായ ഒരു ദൗത്യമാണ്. ഫ്രാൻസിസ് ജോർജ് എത്രത്തോളം ശക്തനാണ് എന്നുള്ളതാണ് ഇപ്പോ പി ജെയിംസ് ഉയർത്തിയ വിഷയം. അതിന് അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആളുകൾ അവരൊക്കെ കൂടി ഈ പറഞ്ഞ ഫ്രാൻസിസ് ജോർജിന്റെ കൂടി ശക്തിയുള്ള ആളുകളാണോ? ഒന്ന്, എവിടെയൊക്കെ ശക്തി കാണിക്കാൻ സാധിക്കുക? അതിന് LDFന് എന്തൊക്കെ വിട്ടുവീഴ്ച തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടി വരും? അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് ഫ്രാൻസിസ് ജോർജിനെ പോലെ ഒരാളെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്ന മതേതര ഭാവത്തിന് അല്ലെങ്കിൽ മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വീക്ഷണത്തിന് മുന്നിൽ നിർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് ജോസഫ് ഗ്രൂപ്പിലെ ഫ്രാൻസിസ് ജോർജ്. പിന്നെ ഡോക്ടർ ലാൽ ചോദിച്ച പോലെ ഫ്രാൻസിസ് ജോർജിനോടൊപ്പം വരുന്നവരുടെ ജനകീയ അടിത്തറ എന്താണെന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തേക്ക് വരിക എന്നത് ഈ മധ്യ തിരുവിതാംകൂറിലെ എറണാകുളത്തിന്റെ കിഴക്കൻ ഭാഗങ്ങള്, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ, ഇടുക്കി ജില്ല മൊത്തമായിട്ടും ഒരു വിഭാഗം ജനങ്ങളിൽ അത് സ്വാധീനം ചെലുത്തും എന്നത് നിസ്തർക്കമാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചുള്ള സീറ്റിന്റെ കാര്യത്തിലുള്ള തർക്കങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവർ എത്ര സീറ്റ് ആവശ്യപ്പെടുന്നതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാനാണല്ല. എങ്കിലും ഫ്രാൻസിസ് ജോർജ് എന്നുള്ള വ്യക്തിയെ അക്കോമഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആശയപരമായ രീതിയിൽ മുന്നിൽ നിർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ഫിഗർ ആണെന്നുള്ള പി ജെയിംസ്. അതായത് അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത് കുറച്ച് കാണാൻ പറ്റുന്ന ആളല്ല. കഴിഞ്ഞ തവണ ലോക്സഭാ സീറ്റാണ് അദ്ദേഹത്തിന് ബാർഗെയിൻ ചെയ്ത് അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചാണ് UDFൽ തന്നെ തുടർന്നതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്ന് ഇറങ്ങിത്തിരിക്കാം. ജോയ്സ് ജോർജിന് പകരം ഒരുപക്ഷെ ഫ്രാൻസിസ് ജോർജ് MP ആയി ഇന്ന് ഡൽഹിയിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ് നമുക്ക് നിരീക്ഷിക്കേണ്ടി വരിക. മറ്റൊന്ന്, ഈ പറയുന്ന രീതിയിൽ ഫ്രാൻസിസ് ജോർജും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇപ്പം പറയുന്ന ആളുകളും ഒക്കെ ജോസഫ് ഗ്രൂപ്പിൻ്റെ വിമത വിഭാഗം ഇറങ്ങി വരികയാണെങ്കിൽ അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടാക്കാൻ പോകുന്ന ഒരു മാനസികമായ ഒരു ദുർബലതയുണ്ട്. അതുവഴി അവർക്കുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമേജ് ലോസ് ഉണ്ട്. അത്
വലിയ അടി തന്നെയല്ലേ UDF-ന് ഈ ഘട്ടത്തിൽ LDF-നോടൊപ്പം ഇവർ വരികയാണെങ്കിൽ ഉണ്ടാക്കുക? യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബാർക്കോഴ അടക്കമുള്ള വിഷയങ്ങളിൽ വന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവർ വളരെ ബുദ്ധിമാന്മാരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നപരിഹാരം എന്താണ്? ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ള ഒരു നേതാവിനെ പേരിലാണ് ഇപ്പോൾ ഒരു കലാപം നടക്കുന്നത്. അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ. അല്ല, അങ്ങനെ ചുരുക്കി കാണേണ്ടതുണ്ടോ? ഫ്രാൻസിസ് ജോർജ് എന്ന വ്യക്തിയുടെ പേരിൽ മാത്രമാണോ ചർച്ച? ബാക്കി എന്ത് വന്നാലും ഫ്രാൻസിസ് ജോർജിനെ അക്കോമഡേറ്റ് ചെയ്ത് പൂഞ്ഞാറിലോ ഇടുക്കിയിലോ സീറ്റ് കൊടുത്താൽ ഈ ഇപ്പൊ നടക്കുന്ന കലാപത്തിൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും ജനകീയ നേതാക്കളൊന്നുമല്ല. പക്ഷെ അതിന് താൻ തയ്യാറല്ല ഫ്രാൻസിസ് ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ അങ്കമാലിയിൽ കൊടുത്താൽ ഒരു തരത്തിലൊരു കേരള കോൺഗ്രസ്സുകാരെ അങ്കമാലിക്കാർ, അതൊരു കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമാണ്. കോൺഗ്രസ്സുകാർ പരമ്പരാഗതമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന അങ്കമാലിയിൽ മാണി ഗ്രൂപ്പ് കൊടുത്താൽ കൊടുക്കുന്നത് പൂഞ്ഞാറായിരിക്കും. അവിടെ ഇതിനേക്കാൾ പ്രഷർക്കാരുണ്ട്. പൂഞ്ഞാറില് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേരള കോൺഗ്രസ് ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ PC ജോർജ് ആയിരിക്കും അതിനേക്കാൾ വലിയ ശത്രു. ഫ്രാൻസിസ് ജോർജും PC ജോർജും ഫൈറ്റ് ചെയ്താൽ KM മാണിയെ പോലൊരു നേതാവ് PC ജോർജിനെ തോൽപ്പിക്കാനല്ലേ ശ്രമിക്കും. അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് കൂടെ നിന്ന് ഉള്ള ഇമേജും കൂടി കളയുമോ എന്നുള്ളതാണ്. ശ്രീ അജിത് കുമാർ, എന്താണ് ഈ പറഞ്ഞ പോലെ പൂഞ്ഞാറോ അങ്കമാലിയോ കൊടുത്ത് ഈ കാര്യങ്ങൾ ഇവിടെ സോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഇപ്പോൾ തർക്ക കാരണം സീറ്റല്ല എന്നുള്ളത് ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി കഴിഞ്ഞു. സീറ്റ് തർക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ ലാൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. സീറ്റ് തർക്കം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ സമയം തന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ പിന്നിൽ എന്ത് ആശയസമരമാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കേരള കോൺഗ്രസ്സിൽ ഫ്രാൻസിസ് ജോർജ് പുറത്തു വരുന്നു എന്നുള്ളത് എന്ത് ആശയത്തിൻ്റെ പുറത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അഥവാ കേരള കോൺഗ്രസ് നിന്ന് ഏതെങ്കിലും സ്പ്ലിൻറ്റർ ഗ്രൂപ്പായിട്ട് ഇവരെ ഫ്രാൻസിസ് ജോർജ് മാത്രമല്ല കൂടെ നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്തെയുള്ള ശ്രീ ആന്റണി രാജു അല്ലെങ്കിൽ ശ്രീ PC ജോസഫാണ് ആ കൂട്ടത്തിൽ ഇപ്പോൾ കുറച്ച് വോസിഫറസായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരെ 2-3 പേരും കൂടെ ഇറങ്ങി വന്ന് അവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് LDF-നായിരിക്കും മുഖം നഷ്ടപ്പെടുന്നത്. ഒന്ന് അത് പറയുമ്പോൾ ലാലിനെ അലോ മീ ടു ടോക്ക് പ്ലീസ്. അത് പറയുമ്പോൾ തടയും അറിഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം അതങ്ങ് പറഞ്ഞത്. അവിടെ ഒരു ആശയ സമരത്തിന് മണ്ണാങ്കട്ടയൊന്നുമില്ല. അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ 2-3 സീറ്റുകൾ തർക്കമാണ്. അപ്പോൾ ഈ സീറ്റ് പക്ഷേ ഒരു കാര്യം ആലോചിക്കണം. അതിനകത്ത് ഈ ആശയ സമരം എന്ന് പറയുന്നത് ഒരുപക്ഷെ കുടുംബാധിപത്യം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശ്രീ KM മാണിക്ക് പകരം പുതുതായിട്ട് ഇനി അടുത്ത പാർട്ടി ചെയർമാനായിട്ടോ അല്ലെങ്കിൽ നേതാവായിട്ടോ മാത്രമാണ് അവരോധിക്കപ്പെടാൻ പോകുന്നത് ശ്രീ ജോസ് കെ മാണി ആണെന്നുള്ളതിന്റെ പേരിലാണോ ഈ തർക്കത്തിന് ആശയപരിവേഷം? അതിനകത്ത് ഒരു ആശയപരിവേഷമല്ലല്ലോ. പിന്നെ ഒരു ആശയപരിവേഷവും ഇല്ല. ഒന്ന്. രണ്ട്, ശ്രീ ഫ്രാൻസിസ് ജോർജിന് നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു യുവ നേതാവാണ്, മധ്യവയസ്കനായി പോട്ടെ. പക്ഷേ ശ്രീ KM ജോർജിൻ്റെ ആ ലെഗസി ഉള്ളതിന് അപ്പുറത്ത് വേറൊരാളെ കൂടെ നമ്മൾ PT ചാക്കോയുടെ മകന് ഇതുപോലെ ലെഗസി ഉണ്ടായിരുന്നു, PC തോമസ്. ആരാണ് ഒതുക്കിയത്? അത് ഇതുപോലെ തന്നെയാണ്. അന്നും PC തോമസ് ഈ നിലയിലേക്ക് ഒതുക്കിയത് ആരാണ് പറയട്ടെ. അന്ന് മാണിസാറ് മോനെ നമ്മുടെ സ്വന്തം മോനേക്കാളും മോനെന്ന് പറഞ്ഞു ലാളിച്ച് വാത്സലിച്ച PC തോമസ് മാണിസാറുമായിട്ട് തെറ്റാൻ കാരണം തന്നെ അന്ന് ഇതുപോലെ ജോസ് കെ മാണിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന ആക്ഷേപത്തിന്റെ പേരില്ല. അപ്പം ഇപ്പൊ KM ജോർജിന്റെ പ്രതിരോധിക്കുക. സാർ ഒരു മിനിറ്റ്. ശ്രീ PT ചാക്കോയുടെ മകൻ്റെ അനുഭവം നമുക്കറിയാം. ശ്രീ KM ജോർജിൻ്റെ മകൻ ഇപ്പോൾ ഇതിലുള്ള അനുഭവം അറിയാം. അപ്പോൾ ആ ഒരു ഈ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിലാണ് കേരള കോൺഗ്രസ്. അതാണ് അതിൻ്റെ ആശയ സമരം എന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് നമുക്ക് ഈ ചർച്ച കർത്താവ് രക്ഷിക്കട്ടെ. ശ്രീ സജീവൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ 30 സെക്കൻഡേ ഉള്ളൂ. ആശയ സമരം ഈ മക്കൾ രാഷ്ട്രീയം മാത്രമാണ് എന്ന് പറഞ്ഞ് കുറച്ചു കാണാൻ സാധിക്കുമോ? അതിൽ ഒതുങ്ങുമോ കാര്യങ്ങൾ? അല്ല, തീർച്ചയായിട്ടും രണ്ട് പാർട്ടികളും ഒന്നായിട്ട് ഒരിക്കൽ പോലും പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ ഈ കഴിഞ്ഞ കാലത്തൊക്കെ കേരള കോൺഗ്രസ് M എന്ന് പറയുമ്പോഴും അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പുമായിട്ടാണ് പ്രവർത്തിച്ചത്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ആശയ പ്രശ്നം. പിന്നെ പരസ്പരം അംഗീകരിക്കാത്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ ജനകീയനാണോ അല്ലയോ എന്നുള്ളതല്ല, ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള നേതാവിന് എത്രമാത്രം സ്വീകാര്യത കിട്ടുമെന്നുള്ള കാര്യമൊക്കെ അപ്പുറത്ത് അവിടെ ഫ്രാൻസിസ് ജോർജോ PJ ജോസഫോ മറ്റുള്ള ആളുകളൊക്കെ ഈ ജോസ് കെ മാണിക്ക് കീഴടങ്ങി നിൽക്കേണ്ടി വരുമോ എന്നുള്ള വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അത് അങ്ങനെ കീഴടങ്ങി നിൽക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ ഭാവിയാണ് ഇല്ലാതെയാവുക. അതാണ് ഫ്രാൻസിസ് ജോർജിനെ പോലുള്ള ആളുകൾ പറയുന്നത്. അവർക്കൊരു സീറ്റിൻ്റെ പേരിൽ മാത്രമല്ല, ഫ്രാൻസിസ് ജോർജ് നേരത്തെ പറഞ്ഞ പോലെ MP ആവാൻ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയിട്ട് അദ്ദേഹം സീറ്റിന് വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറച്ച് കാണിക്കുക. പിന്നെ LDF-ന് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഈ പള്ളിയും പട്ടക്കാരെന്നൊക്കെ പറയുന്ന കാര്യം അത് പണ്ടായിരുന്നു. LDF ഇപ്പോഴാ നിലപാടിൽ നിന്നൊക്കെ മാറി എന്നുള്ള കാര്യം നമുക്കറിയാം. അവർക്ക് അതുകൊണ്ട് മുഖം നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. അവർ സ്വാഭാവികമായിട്ടും കിട്ടാവുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ അവർക്ക് കയ്യിൽ കിട്ടുന്നത്
പറ്റും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഞങ്ങൾ ചർച്ച നടത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ചർച്ചയ്ക്കുള്ള സാധ്യതകളും അടിത്തട്ടിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുക തന്നെയാണ്. ചർച്ച മുന്നോട്ട് പോകും. എന്തൊക്കെ പറഞ്ഞാലും ഈ വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ നിർണയിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ജോസഫ് വിഭാഗം ഉയർത്തിയിരിക്കുന്ന ഈ ആശയ പ്രശ്നം തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പി ജെയിംസ്, SR ശക്തിധരൻ, അജിത് കുമാർ, A സജീവൻ, റെജി ലൂക്കോസ്, ജോബ് മൈക്കിൾ.